ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശോധയജ്ഞത്തിന്റെ 207 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സുധാമണി തിരുവനന്തപുരം, നമ്മുടെ കോർഡിനേറ്റർ ലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂർ. നമുക്ക് വേണ്ടി വായിക്കുകയും അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ശ്രീമതി അമ്മിണിക്കുട്ടി മലപ്പുറം. സായിരാം. അമ്മിണിക്കുട്ടി ടീച്ചറെ നമ്മുടെ ലക്ഷ്മി പറയുന്ന പോലെ ചെയ്തോളൂ കേട്ടോ. സായിരാം. മാഷ തുടങ്ങിക്കോളൂ. സായിരാം. ഓംകാരം. ഓ ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹപൂർവ്വം സായിരാം. പ്രശാന്തിയിലത്തിലാണ് ഞാനുള്ളത്. വിഷു ഫംഗ്ഷന് വന്നതാണ്. അതുകൊണ്ട് പിന്നെ റേഞ്ച് എത്രയുണ്ട് എന്ന് അറിയില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ശ്രീമതി അമ്മിണിക്കുട്ടി ഒരു കുറഞ്ഞ സമയം വായിക്കുക. അനുഭവങ്ങൾ പറയാൻ കൂടുതലുണ്ടെങ്കിൽ വായന കുറച്ച് കുറക്കുക. എല്ലാം കൂടി നമുക്ക് 30 മിനിറ്റ് കൊണ്ട് തീരണം. അതുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പാരായണം തുടങ്ങിക്കോളൂ. അതിലിടക്ക് നിങ്ങളെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സായിരാം. സായിരാം. ഞാൻ അരിയല്ലൂർ സമിതിയിലാണ് അരിയല്ലൂർ സമിതിയുടെ കീഴിലാണ് എൻ്റെ വീട്. വള്ളിക്കുന്ന് എന്ന് പറയും, പരപ്പനങ്ങാടി അടുത്താണ്. ഞാനൊരു കാനറ ബാങ്കിലും മാനേജറായിരുന്നു. ഹസ്ബൻഡ് വേറൊരു ബാങ്കിലും മാനേജറായിരുന്നു. പിന്നെ ഇപ്പൊ റിട്ടയർഡ് ആയി, രണ്ടുപേരും സ്വസ്ഥമായിട്ട്. പിന്നെ ഞാനൊരു ബാലവികാസ് ഗുരുവാണ്. ഒരു 15 കൊല്ലമായിട്ട് ബാലവികാസ് ഗുരുവാണ്. എന്നിട്ട് പിന്നെ അത് കുറച്ചു കാലം നിർത്തി വെച്ചിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും തുടങ്ങി. 6 മാസമായി. ഇപ്പൊ വീണ്ടും ഒരു 10-11 കുട്ടികളുണ്ട്. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മക്കളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അവരെല്ലാം, മോള് ഭർത്താവിന്റെ വീട്ടിലാണ്, മോൻ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. കല്യാണം കഴിച്ചവരും ഡോക്ടേഴ്സ് ആണ്. ഒരാൾ ഉള്ളിയേരി പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ENT ഡോക്ടറാണ്. മരുമകൻ ബാലുശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലില് ഓർത്തോപീഡീഷ്യൻ ആണ്. പിന്നെ മകൻ ചെർപ്പളശ്ശേരി ഒരു ഹോസ്പിറ്റലുണ്ട്, സീൻ എന്ന് പറഞ്ഞിട്ട്, അവിടെ ഒഫ്താൽമോളജിസ്റ്റ് ആയിട്ടാണ്. മരുമകള് ബേബിയിലായിരുന്നു, ഇപ്പോൾ ഡെലിവറി കാരണം നിർത്തിവെച്ചു, പൾമണോളജിസ്റ്റ് ആണ്. പിന്നെ ഞങ്ങള് സ്വസ്ഥമാണ് ഇപ്പോ എന്ന് പറയാം. അതുകൊണ്ട് വീണ്ടും ബാലവികാസ് തുടങ്ങിയതാണ്. പിന്നെ സമിതിയിലെ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കാറുണ്ട്. മഹിളാ കോർഡിനേറ്റർ ആണ് ഞാൻ അരിയല്ലൂർ സമിതിയില്. അത്രയും മതിയല്ലോ അല്ലേ സർ? മതി മതി. ശരി സർ, വായിക്കട്ടെ ഞാൻ. വായിച്ചോളൂ. കാലം ഈശ്വരനാണ്. സ്വാമിയുടെ സത്യസായി വാണിയിലാണ്. കാലം ഈശ്വരനാണ്. കാലം ഈശ്വരന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് കാലത്തെ സംവത്സരം എന്ന് വിളിക്കുന്നു. ഋഷിമാർ ഈശ്വരനെ കാലരൂപായ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതിലും ചരങ്ങളിലും അചരങ്ങളിലും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ ഈശ്വരനെ കാലഗർഭൻ, കാലത്തെ ഗർഭത്തിൽ വഹിക്കുന്നവൻ എന്ന് നിർവചിച്ചിരിക്കുന്നു. കാലത്തെ ധീരോത്തമൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ധീരൻ എന്ന പദം വലിയ ബുദ്ധിശാലി എന്ന അർത്ഥത്തിൽ എടുക്കരുത്. ധീര എന്ന സംജ്ഞ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബുദ്ധിയെ ഈശ്വരോന്മുഖമാക്കുക എന്ന അർത്ഥത്തിലാണ്. കാലം എന്ന പദം ക പ്ലസ് അലം എന്നതിൽ
നിന്ന് വിൽപ്പന്നമാണ്. ഇതിനർത്ഥം കാലസ്വരൂപനായ ഈശ്വരൻ ജനങ്ങൾക്ക് അർഹതയ്ക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവൻ എന്നാണ്. ഈശ്വരൻ ഭൗതികമായ ഉപഹാരങ്ങൾക്കോ അധികാരങ്ങൾക്കോ കീഴടങ്ങുന്നവനല്ല. ആധ്യാത്മികമായ അഭിലാഷങ്ങളോട് മാത്രമേ ഈശ്വരൻ പ്രതികരിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുക. ഈ ലോകത്ത് തുടർച്ചയായി നാം ഒരേ തരത്തിൽ രാപ്പകലുകൾ അനുഭവിച്ചു വരുന്നു. നിങ്ങൾ ഒരേ തരത്തിലുള്ള നിത്യകർമ്മങ്ങളും ഉദരപൂരണ പ്രവൃത്തികളും ചെയ്തു വരുന്നു. അങ്ങനെ നിങ്ങൾ വർഷങ്ങളിൽ നിന്ന് വർഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രേഷ്ഠമായതും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉള്ള ഒരു മഹൽ ജീവിതം നയിക്കാൻ നിങ്ങൾ എന്ത് പരിശ്രമം നടത്തുന്നു? നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ അനുഭവങ്ങളിലൂടെ, യന്ത്രത്തിലൂടെ ഒരേ പ്രവൃത്തികൾ അനുഷ്ഠിച്ചുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കെ ജീവിതത്തിന്റെ മൂല്യമെന്ത്, ഉദ്ദേശ്യമെന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിനാൽ മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം നമുക്ക് എങ്ങനെ ഒരു ആദർശനിഷ്ഠമായ ആധ്യാത്മിക അധിഷ്ഠിതമായ ജീവിതം നയിക്കാം എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾ സാധനയിൽ ഏർപ്പെടുന്നു. എന്നാൽ ആ അഭ്യാസ മുറകളുടെ പരിണത ഫലം എന്തെന്ന് പരിശോധിച്ചാൽ അത് നിരർത്ഥകമാണെന്ന് വെളിപ്പെടും. മനസ്സിനെ സംതൃപ്തമാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ഉപായമാണ്, മറ്റൊന്നുമല്ല. എന്റെ അഭിപ്രായത്തിൽ സാധ്യവും ലക്ഷ്യം, സാധനയും പരിശ്രമം വേറിട്ട് നിലകൊള്ളുന്നവയല്ല. സാധ്യത്തിന് വേണ്ടിയുള്ള മാർഗമായി സാധന അനുഷ്ഠിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഒരു കൗശലം മാത്രമാണ്. യഥാർത്ഥ സാധന അനാത്മഭാവം കൈവെടിയലാണ്. ചൈതന്യമല്ല, ഈ ശരീരമാണ് ഞാൻ എന്ന തോന്നലാണ് അനാത്മഭാവം. ഒരുവന്റെ വീക്ഷണം ഭൗതികയിൽ നിന്നും ആധ്യാത്മികതയിലേക്ക് മാറണം. അതാണ് യഥാർത്ഥ സാധന. ലോകത്ത് പല പ്രകാരമുള്ള അറിവുകൾ നമുക്കിന്നുണ്ട്. ഈ ഇനത്തിൽപ്പെട്ട അറിവുകളൊന്നും വേദാന്ത ഭാഷയിൽ ജ്ഞാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. യഥാർത്ഥ ജ്ഞാനം ആത്മജ്ഞാനം മാത്രമാണ്. പദാർത്ഥങ്ങളെ സംബന്ധിച്ച അറിവും ഇന്ദ്രിയങ്ങളിലൂടെയോ മറ്റേതെങ്കിലും അന്വേഷണങ്ങളിലൂടെയോ ആർജിച്ച അറിവും ആണ് വിഷയജ്ഞാനം. എന്നാൽ ഇവയൊന്നും ആത്മജ്ഞാനമല്ല. ഏറ്റവും ഉയർന്ന ബോധതലത്തിൽ ആത്മാവും ജ്ഞാനവും വിഭിന്നങ്ങൾ അല്ല, അവ ഒന്നു തന്നെയാണ്. അതിനാലാണ് വേദങ്ങൾ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്ന് പ്രഖ്യാപിച്ചത്. ബ്രഹ്മം എന്നത് സത്യവും ജ്ഞാനവും അനന്തവുമാണ്. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മം എന്നിവ പരമാത്മ തത്വത്തിന്റെ വിവിധ നാമങ്ങളാണ്, പര്യായ പദങ്ങളുമാണ്, വ്യത്യസ്തങ്ങളല്ല. ജ്ഞാനവും ഭക്തിയും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. എന്താണ് ജ്ഞാനം? സ്വസ്വരൂപത്തെ സംബന്ധിച്ച ഒരുവന്റെ യഥാർത്ഥ പ്രകൃതി അവബോധമാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ജ്ഞാനവുമായി ഏകീഭവിക്കാനുള്ള ഉപായമാണ് ഭക്തി. ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ചിന്തകളിൽ നിന്നുമുള്ള മുക്തി എന്നാണ്. അനുയോജ്യമായ പരിശ്രമങ്ങളിലൂടെ ചിന്തകൾ നിയന്ത്രിക്കുവാൻ ജ്ഞാനമാർഗം ആഹ്വാനം ചെയ്യുന്നു. ഒരാൾ ഭക്തിമാർഗത്തിലൂടെ ചരിച്ചാലും ജ്ഞാനമാർഗത്തിലൂടെ ചരിച്ചാലും പരിണത ഫലം ഒരേ ബോധോദയം തന്നെ. ഉദാഹരണത്തിന്, ആദിത്യന്റെ പ്രകാശം ചന്ദ്രനിലൂടെ പ്രതിഫലിക്കുന്നു. അതിന്റെ പ്രകാശം താപമുള്ളതും ദീപ്തിമത്തുമാണ്. ഇതേ പ്രകാശം ചന്ദ്രനിലൂടെ പ്രസരിക്കുമ്പോൾ അത് തണുത്തതും ശാന്തവുമാകുന്നു. ചന്ദ്രനിലെയും സൂര്യനിലെയും പ്രകാശം ഒന്ന് തന്നെ. ചന്ദ്രനെയും സൂര്യനെയും ദീപ്തമാക്കുന്നത് ഒരേ ആത്മതത്വമാണ്. ആദിത്യന്റെ പ്രകാശത്തെ ജ്ഞാനത്തോടും ചന്ദ്രന്റെ പ്രകാശത്തെ ഭക്തിയോടും താരതമ്യം ചെയ്യാം. ജ്ഞാനം പ്രകാശാത്മകമാണ്, ഭക്തി ആനന്ദമയവും. ഭക്തിയും ജ്ഞാനവും ഒരേ പ്രക്രിയയുടെ ആരംഭവും അന്ത്യവുമാണ്. നിർമ്മല ഹൃദയത്തിൽ നിന്നുള്ള സർവവും ഈശ്വരൻ സ്വീകരിക്കുന്നു. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നാം മൂന്ന് ഉണ്മകൾ തിരിച്ചറിയുന്നു: കർത്താവ്, കർമ്മം, കാരണം. ഇത് ഭക്തിയുടെ ലക്ഷണമാണ്. സാധകൻ കർത്താവും സാധന കർമ്മവും ഈശ്വര ദർശനം കാരണവുമാണ്. ഈ പ്രക്രിയയെ ജ്ഞാനം, അറിവ്, ജ്ഞേയം, അറിയപ്പെടേണ്ടത്, ജ്ഞാതാവ്, അറിയുന്നവൻ എന്നും പറയുന്നു. ഏറ്റവും ഉയർന്ന തലത്തിൽ ഇവ മൂന്നും ഒന്നു തന്നെയാണ്. ഇവ മൂന്നും പ്രത്യേക ഭാവങ്ങളായി വിവിധ ഘട്ടങ്ങളിൽ അനുഭവപ്പെടുന്നു. സാധന എന്നത് ആധ്യാത്മികാനുഭൂതി എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥ സാധന അനാത്മഭാവം ഉപേക്ഷിക്കലാണ്. ഈ ലോകത്ത് അധികാരം, സമ്പത്ത് എന്നിവയും നാം ആശ്രയിക്കരുത്. ഈശ്വരൻ നിർമ്മല ചിത്തത്തിൽ നിന്ന് വരുന്നത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഭൗതികമായ ഏതെങ്കിലും ഉപഹാരങ്ങൾക്ക് ഈശ്വരൻ വഴങ്ങുകയില്ല. ഇതിന് ചരിത്രപരമായ ഒരു വ്യാഖ്യാനമുണ്ട്. ശിവൻ എങ്ങനെയാണ് പാർവതിയെ അർദ്ധാംഗിനിയായി സ്വീകരിച്ചത്? വിഷ്ണു പുരാണത്തിലും ശിവപുരാണത്തിലും പാർവതിയെ ഏറ്റവും സൗന്ദര്യമുള്ള ദേവിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തന്റെ അസാധാരണമായ ലാവണ്യത്തെ സ്വയം മനസ്സിലാക്കിയ ദേവി ശ്രീ പരമേശ്വരനെ തന്റെ പതിയായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ദേവിയുടെ എല്ലാ ഉദ്യമങ്ങളും വ്യർത്ഥമായി. സൗന്ദര്യം കൊണ്ട് പരമേശ്വരൻ നേടാനാവില്ല എന്ന് മനസ്സിലാക്കി അഹങ്കാരം ഉപേക്ഷിച്ചിട്ട്
ദേവി ഒരു കൊടും തപസ്സിൽ മുഴുകി. ചൂട്, തണുപ്പ്, മഴ, കാറ്റ് എന്നിവയൊന്നും വകവയ്ക്കാതെ തന്റെ ശരീരം കൊടും തപസ്സിനാൽ ദേവി ശോഷിപ്പിച്ചു. ദേവിയുടെ മനസ്സ് പരമശിവനിൽ മാത്രം കേന്ദ്രീകരിച്ചു. ദേവിയുടെ അഹന്ത പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പരമശിവൻ പാർവതിയെ തന്റെ അർദ്ധാംഗമായി സ്വീകരിക്കാൻ സമ്മതിച്ചു. ഈ ഉപാഖ്യാനത്തിന്റെ ആന്തരാർത്ഥം എന്താണ്? പാർവതി പ്രകൃതിയുടെ പ്രതീകമാണ്. അനിർവചനീയമായ സൗന്ദര്യമുണ്ട് ഈ പ്രകൃതിക്ക്. തന്റെ സൗന്ദര്യത്തിൽ ഗർവ് തോന്നുന്ന പ്രകൃതി എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ പ്രക്രിയയിൽ വിജയം കണ്ടെത്തുന്നതിലൂടെ അഹങ്കാരം വർദ്ധിക്കുന്നു. പ്രകൃതിയുടെ സന്തതിയായ മനുഷ്യനും അഹങ്കാരം വർദ്ധിച്ച് അഹങ്കാരപൂരിതമായ ജീവിതം നയിക്കുന്നു. അറിവ്, ശാരീരിക ശക്തി, അധികാരം, സ്ഥാനമാനങ്ങൾ, സൗന്ദര്യം, മറ്റ് സമ്പാദ്യങ്ങൾ എന്നിവയാൽ ഈ അഹങ്കാരം ഊതി വീർപ്പിക്കപ്പെടുന്നു. പാണ്ഡിത്യത്തിന്റെ ഗർവ് പോലും ഒരുവനെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു. ഈ മനോഭാവം വെച്ചു പുലർത്തുന്നവർക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അഹങ്കാരത്തിൽ നിന്ന് മോചിതരായവർ മാത്രമാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച പുണ്യാത്മാക്കൾ. വാൽമീകി, നന്ദൻ, കുചേരൻ, ശബരി, വിദുരർ, ഹനുമാൻ എന്നിവർ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചവയ്ക്ക് മാതൃകകളാണ്. കുലമഹിമയോ ധനമോ പാണ്ഡിത്യമോ ഒന്നും ഇവരെ അഹങ്കാരികളാക്കിയില്ല. അഹങ്കാരത്തിൽ നിന്നുള്ള വിമുക്തിയായിരുന്നു അവരുടെ അത്യുന്നതമായ യോഗ്യത. പാണ്ഡിത്യവും മഹത്തായ വീര്യവും ഉണ്ടായിരുന്നുവെങ്കിലും താൻ ശ്രീരാമന്റെ ദാസനാണെന്ന് പറയുന്നതിലാണ് ഹനുമാന് സംതൃപ്തി. ഈ ലോകത്തിലെ സകല നേട്ടങ്ങളും സമ്പാദ്യങ്ങളും അനിത്യവും അസ്ഥിരവുമാണ്. അതിൽ മോഹിതരായി ഗർവ് വർദ്ധിച്ച് മനുഷ്യൻ ആത്യന്തികമായി നാശം ക്ഷണിച്ചു വരുത്തുന്നു. അതിനാൽ മനുഷ്യൻ കർത്തൃത്വഭാവം വെടിഞ്ഞ് ഈശ്വരനാണ് സർവ്വതിന്റെയും കർത്താവ് എന്ന് കരുതണം. ഈശ്വരൻ മാത്രമാണ് ദാതാവും സ്വീകർത്താവും. കാലം ഈശ്വരന്റെ സ്വരൂപമാണ്. ജനനവും മരണവും കാലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതിനാൽ പവിത്ര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി അതിനെ ഉപയോഗപ്പെടുത്തുക. ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. സമയം നഷ്ടപ്പെടുത്തുന്നത് ജീവിതം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ കർമ്മഫലം നിശ്ചയിക്കുന്നത് കാലമാണ്. നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളും കാലത്തിന്റെ പരിണത ഫലമാണ്. അത് സന്തോഷമോ സന്താപമോ സമ്പത്തോ ദാരിദ്ര്യമോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കർമ്മം എപ്രകാരമോ അപ്രകാരമായിരിക്കും അതിന്റെ ഫലവും. കാലത്തെ നിങ്ങൾ ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലോദയം. സൈറാം. സൈറാം പോരെ സർ? സൈറാം. ഇനി അനുഭവം പറഞ്ഞോളൂ. ഓക്കെ. ഓ സൈറാം. എന്റെ അനുഭവത്തെ പറ്റി അല്ലെങ്കിൽ അനുഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 1994 അന്നാണ് സ്വാമിയെ കൊടൈക്കനാലിൽ സ്വാമി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു ട്രക്കറിലാണ്, ട്രക്കർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ജീപ്പ് പോലത്തെ ഒരു ഇതാണ്, അതിലാണ് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് യാത്ര തിരിക്കുന്നത്. പിറ്റേന്നാണ് ആദ്യമായി സ്വാമിയെ കാണുന്നത്. അതിനുശേഷം സ്വാമിയുടെ ആ ദിവ്യ പാതയിലൂടെ ആ ദിവ്യത്വം ഉൾക്കൊണ്ട് ചരിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷങ്ങളിലും കൂടുതലായി. സ്വാമി ഭൗതിക ശരീരത്തിലുള്ള കാലങ്ങളിൽ വർഷത്തിൽ 4-5 പ്രാവശ്യം മക്കളൊക്കെ ചെറുതാണെങ്കിലും പർത്തിയിൽ പോകാറുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ടോക്കൺ ക്യൂയിൽ ഇരിക്കാനും സ്വാമിയുടെ സ്വാമീപ്യം ദർശനം അനുഭവിക്കാനും ഒരാവേശമായിരുന്നു. പക്ഷെ മക്കൾ ചെറുതായതുകൊണ്ട് അവിടുത്തെ പിസ്സ, അവിടുത്തെ ഐസ്ക്രീം, അവിടുത്തെ ഷോപ്പിംഗ് സെന്റർ ഇതൊക്കെയായിരുന്നു മക്കളെ ആകർഷിച്ചതെങ്കിലും കൂടിയിട്ട് പുട്ടപർത്തിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ അവർക്കും ഒരാവേശമായിരുന്നു. പക്ഷെ അപ്പോൾ തിരിച്ചറിഞ്ഞില്ല ഈ സുഹൃതം ഇത്ര കുറച്ചു കാലം മാത്രമേ നമ്മൾക്ക് അനുഭവിക്കാനാകൂ എന്നത്. അതാണ് ഇപ്പോൾ ഒരു വിഷമം തോന്നുന്നത്. എന്നും ഇതുപോലെ തന്നെയൊക്കെ ആയിരുന്നു ആകും എന്ന ബോധമായിരുന്നു അന്നെല്ലാം ഉണ്ടായിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം. സ്വാമിയിൽ വന്ന ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാമി നമ്മെ കൂടെ കൊണ്ടേ നടക്കുന്നു എന്ന പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും വിഷമഘട്ടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും എന്ത് ചെയ്യുമ്പോഴും സ്വാമി എന്നൊരു വിളിയിലാണ് കാര്യങ്ങൾ തുടങ്ങുക. നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ചീത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായും എല്ലാം ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ സ്വാമിയോട് ഇങ്ങനെ ഉണ്ടായിട്ടോ സ്വാമി എന്ന് പറയും. അതുപോലെ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ സ്വാമി എന്തിനാ എനിക്ക് വിഷമം തന്നത് എന്ന ചോദ്യവും വളരെ കുറ്റപ്പെടുത്തുന്ന പോലെ ചോദിക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഒരനുഭവം ഞാൻ പറയാം. 1997 ഞങ്ങളുടെ ബാങ്കിലാണെങ്കിൽ 3 കൊല്ലം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആണല്ലോ, എല്ലാ പ്രാവശ്യം 3 കൊല്ലം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആണ്. അങ്ങനെ മീനങ്ങാടി ബ്രാഞ്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓർഡർ വന്നു. കുറച്ച് ആസ്മാറ്റിക് പ്രോബ്ലംസ് ഉള്ള എന്റെ മകൻ 4 വയസ്സായിട്ടേ ഉള്ളൂ. അവനേക്കാൾ 4 വയസ്സ് മൂത്ത മകളും പിന്നെ ഭർത്താവാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിൽ മാനേജറായിരുന്നു. അവരും താമസിക്കുന്ന എല്ലാ വീടും വിട്ട് എല്ലാം
ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ്. അന്ന് ഇന്നത്തെ പോലെ വീട് കിട്ടാനും വളരെ പ്രയാസമാണ്. ഫർണിഷ്ഡ് ആയിട്ടുള്ള വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ അന്ന് ഇല്ലല്ലോ. അങ്ങനെ അവിടുത്തെ തണുപ്പും മഴയും വ്യത്യസ്തമായ ചുറ്റുപാടുകളും എല്ലാം വളരെ വിഷമവും ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിയുടെ ഭാഗമല്ലേ, സഹിക്കാതെ വയ്യല്ലോ. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ സന്ധിയിലാണ് ആ സമയത്ത് പോയിരുന്നത്. അങ്ങനെ അവിടെയായിരുന്നു താമസം. ആ സമയത്താണ് മീനങ്ങാടി ഒരു സമിതി വേണമെന്ന ആവശ്യകത ഉണ്ടായതും അതിനെ ചുക്കാൻ പിടിക്കാൻ ഹസ്ബൻഡിനെ തമ്പാൻ സാറ്, അന്നത്തെ അവിടുത്തെ കൺവീനർ ആയിരുന്നു കൽപ്പറ്റ സമിതിയിലെ, അദ്ദേഹം ഏൽപ്പിച്ചതും. അതും സ്വാമിയുടെ ഒരു നിയോഗം പോലെ തന്നെയാണ്. 3 വർഷത്തെ സുഖകരമായ ജീവിതമായിരുന്നു. കാരണം ഇവിടുത്തെ സ്വാമിയുടെ കോണ്ടാക്ട്സ് ഒക്കെ അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റി. അതുകൊണ്ട് അതും ഒരു സന്തോഷകരമായ ജീവിതം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ആയി. വയനാട് പോയപ്പോൾ ഞങ്ങൾ ഒരു കാർ വാങ്ങിയിരുന്നു, ഒരു മാരുതി 800. അതിന് വെറും 1,86 രൂപയായിരുന്നു. ഞാൻ എന്തിനാ ഈ കാറിന്റെ വില എന്ന് പറയുന്നത്, ആ കാറിൽ വെക്കാം മീനങ്ങാടിയുള്ള ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന, ഓർക്കുന്നുണ്ട്, ഫുള്ള് ഓർക്കുന്നുണ്ട് എന്റെ മെമ്മറിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കാഞ്ചന സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചത് 25,000 രൂപ വിലയുള്ള ഒരു കാർ സ്റ്റീരിയോ ആയിരുന്നു. ചുരം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്വാമിയുടെ ഭജൻസ് വെച്ച് പോകും. സ്വാമിയുടേതല്ലാത്ത ഒരു പാട്ടും ആ പ്ലെയർ പാടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ 3 വർഷത്തെ താമസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഒരു ടെമ്പോയുമായിട്ട് നാട്ടിൽ നിന്ന് ആളുകൾ വന്നു ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി പുലർച്ചെ തന്നെ അവിടെ നിന്ന് യാത്ര തിരിക്കാമെന്ന പ്രതീക്ഷയോടെ രാവിലെ ഡ്രസ്സ് എല്ലാം ചെയ്ത് കാർ പോർച്ചിൽ വന്നപ്പോൾ അതാ കാറിന്റെ ഡോർ തുറന്നു കിടക്കുന്നു. കാറിൽ സ്റ്റീരിയോ ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞു. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവരെല്ലാം പറഞ്ഞു, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തോളൂ, എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് വേണ്ടേന്ന്. അങ്ങനെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. പോലീസുകാർ പറഞ്ഞു ഒരു പ്രതീക്ഷയും വേണ്ടെന്ന്. കാരണം വയനാടിന്റെ അപ്പുറം കർണാടകയാണല്ലോ, ബാവലിപ്പുഴ കടന്ന ആളുകൾ കള്ളന്മാര അങ്ങോട്ട് വരും, കട്ടിട്ട് തിരിച്ചു പോകും. അതാണ്, അതുകൊണ്ട് ഇവിടെ എന്ത് കട്ടാലും അതിന് പിന്നെ കിട്ടാനുള്ള ഒരു വഴിയില്ലാന്ന് പോലീസുകാരനെ പറഞ്ഞു. അങ്ങനെ ഒരു നിവൃത്തിയില്ലായിരുന്നു. കിട്ടില്ല എന്നുള്ള ആ സത്യം ഉൾക്കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു. ആ വിഷമത്തോടെ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, കംപ്ലൈന്റ് ഒക്കെ എഴുതി കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോ 10 മണിയായി. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ബ്രാഞ്ച് ഈ പോലീസ് സ്റ്റേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തായാലും വിചാരിച്ചു ബ്രാഞ്ചിൽ ഒന്ന് പോയിട്ട് അവിടെ ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് അപ്പൊ കാർ സ്റ്റീരിയോ നഷ്ടപ്പെട്ട കാര്യമെല്ലാം അവരോട് പറഞ്ഞപ്പോ അവരിങ്ങനെ കുറച്ച് പരിഹാസദ്യോതകമായിട്ടാ ഞങ്ങൾക്ക് തോന്നിയത്. ആ സായിബാബയുടെ ഭജൻസ് വെക്കുന്ന സ്റ്റീരിയോ ആണല്ലേ പോയത് എന്നൊരു ചോദ്യം ചോദിച്ചു എന്നോട്. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിങ്ങനെ തേങ്ങുകയായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഭജൻസ് കേട്ടുകൊണ്ട് വരുന്ന അതാണല്ലോ. അപ്പൊ പരിഹാസത്തിന്റെ ധ്വനി അതിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു, നാട്ടിലേക്ക് തിരിച്ചു. പെരുമഴയായിരുന്നു, നാട്ടിലും വയനാട്ടിലും പെരുമഴയായിരുന്നു. 7 ദിവസം ജോയിനിങ് ടൈം കിട്ടുമല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഫോൺ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു, ലാൻഡ് ലൈൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതില്ലായിരുന്നു. അപ്പൊ സിസ്റ്റർ ഫോൺ നമ്പർ കൊടുത്തിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു, ഒരു 3 ദിവസം കഴിഞ്ഞു. അന്നാണ് ഈ വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഫോൺ തിരിച്ചില്ലാത്തതുകൊണ്ടും റീഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം കിട്ടുന്നുള്ളതുകൊണ്ടും ഞങ്ങൾ വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് ആ സമയത്ത് ഇരിക്കുന്ന സമയത്ത് സിസ്റ്റർ വീട്ടിലേക്ക് ഒരു ഫോൺ വന്നു. അതെന്താ ചോദിക്കുന്ന വെച്ചാല് സിസ്റ്റർ ഫോൺ കൊടുത്തിരുന്നു. അപ്പൊ ഞങ്ങൾ മൊബൈലൊന്നും ഇല്ലാത്ത കാലാണല്ലോ, ടവർ ഇല്ലാത്തതിനാൽ ഈവൻ പേജർ ഫെസിലിറ്റി പോലും വയനാട്ടിൽ ഇല്ലായിരുന്നു. നാട്ടിൽ മുഴുവൻ പേജർ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആയിട്ടും ഒരു പേജർ ഫെസിലിറ്റി പോലും വയനാട്ടിൽ ഇല്ലായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ താഴത്തെ നിലയിലുള്ള ഓഫീസർ ഉണ്ട്, സജിയുടെ ഭാര്യ ഇന്ദു വിളിക്കുകയാണ്. ഇന്ദു എന്താ പറയുന്ന വെച്ചാല്, ഞാൻ മഴ കാരണം ഒന്നും ഉണങ്ങുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളുടെ അയലിൽ ഞങ്ങളുടെ തുണികളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോണ്ട് അതിന്റെ മുന്നിൽ തന്നെ, നിങ്ങളുടെ ഡോറിന്റെ മുന്നിൽ തന്നെ ഒരു പൊതി ഇരിക്കുന്നു എന്ന്. അപ്പൊ അങ്ങനെ പൊതി ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ പോലെ ബോംബുകളൊന്നും അത്ര വ്യാപകമല്ലാത്തതിനാൽ അങ്ങനെ ഒരു സംശയമൊന്നും ഇല്ലെങ്കിലും ഒരു പേടി കാരണം നീളമുള്ള ഒരു വടി കൊണ്ടുവന്ന് തട്ടി നോക്കി. കവർ ചെയ്ത ഒരു പേപ്പർ ആണ് അത്. അഴിച്ചു നോക്കിയപ്പോ മനസ്സിലായി നിങ്ങളുടെ കാർ സ്റ്റീരിയോ ആണെന്ന്.
കൂടെ ഒരു എഴുത്തും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. വിശപ്പ് കാരണം കട്ടെടുത്തതാണ്, എന്തെന്നറിയില്ല, നിങ്ങളുടെ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ ആവുന്നില്ല, അതിനാൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, എന്നോട് ക്ഷമിക്കണേ എന്ന്. ഒരു കള്ളൻ കാർപോർച്ചിൽ നിന്ന് കട്ടെടുത്ത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ എത്ര സാഹസപ്പെടുത്തിട്ടാണ് അയാൾ മുകളിൽ ഇത് കൊണ്ടേ വെക്കുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ആരാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ആ കള്ളൻ ഉണ്ടാക്കിയത്? സ്വാമി തന്നെയാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല, പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം കാട്ടുകള്ളനായ ആ ശ്രീരംഗപട്ടണത്തിന്റെ അടുത്തുള്ള ഉത്തപ്പാന്നോ മറ്റോ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ ട്രാൻസ്ഫോം ചെയ്ത സ്വാമിക്ക് എന്താണ് പറ്റാത്തത്? അങ്ങനെ ശരിക്കും സ്വാമിയുടെ എന്താ പറയാ, സ്വാമി ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതും, ഞങ്ങള് എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു അപ്പൊ സ്വാമി എങ്ങനെ നമ്മളോട് പെരുമാറുന്നു എന്നുള്ളതും ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. പിന്നെ ഈ 2007 ആ സമയത്ത് 2007 എൻ്റെ മകൻ ചെറിയ കുട്ടിയായിരുന്നു, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ സമയത്ത് 2007 ബാലവികാസ് കുട്ടികൾക്ക് ഒരു ഭജൻ വെച്ചിരുന്നു വിഷുവിന് പാടാൻ വേണ്ടിയിട്ട്. അതില് അവനെ സെലക്ട് ചെയ്തു. ഭജന പാടാനുള്ള കൂട്ടത്തിൽ എൻ്റെ മകനും ഉണ്ടായിരുന്നു. അന്ന് ഭജന പാടിയ കുട്ടികൾക്കെല്ലാം സൂട്ടും കോട്ടും ധരിക്കാനുള്ള വെള്ള തുണി പുട്ടപർത്തിയില് സ്വാമി കൊടുത്തു. ആ കൂട്ടത്തിൽ എൻ്റെ മകനും സ്വാമിയുടെ ആ തൃക്കൈ കൊണ്ട് വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായി. പക്ഷെ അവൻ എന്താ ചെയ്തെച്ചാല്, മകള് നല്ലപോലെ പഠിക്കും, പ്രീ ഡിഗ്രി SSC ഒക്കെ റാങ്ക് ഹോൾഡറും ഒക്കെ ആയിരുന്നു. പക്ഷെ മകൻ ആൺകുട്ടികളുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറെ പുസ്തകത്തരങ്ങളും ഉഴപ്പത്തരങ്ങളും ഉണ്ട്. അപ്പൊ മകൻ അങ്ങനെ കുറച്ച് ഉഴപ്പനാണ്. പക്ഷെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ മകൻ സാധാരണ ആൺകുട്ടികൾക്കുള്ള എല്ലാ പുസ്തകത്തരങ്ങളും ഉണ്ട്, ഉഴപ്പത്തരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്ത് MBBS കിട്ടുന്നൊന്നും ഞങ്ങൾക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു. പക്ഷെ ഇവൻ എന്താ ചെയ്തെച്ചാല്, ഈ വെള്ള തുണി അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ +2 പഠിക്കുന്നവരെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരു ഹാൽഡിറാമിന്റെ മഞ്ഞ കളറിലെ പെട്ടിയിൽ സ്വാമിയുടെ മുന്നിൽ വെച്ചിട്ട് സ്വാമിയോട് പറഞ്ഞു, എനിക്ക് എന്ന് MBBS കിട്ടുന്നോ അന്ന് ഞാൻ കോട്ട് തുന്നാനേ ഈ തുണി എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് സ്വാമിയുടെ മുന്നിൽ വെച്ചു. അവനെ കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിലും ഭഗവാൻ കൊടുത്ത ആ വെള്ള തുണി ഒരു പ്ലാസ്റ്റിക് ബോക്സിലിട്ട് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പൂജാമുറിയിൽ വെച്ചു. സ്വാമിയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്ന് MBBS കിട്ടുന്നു അന്ന് ഞാൻ ഈ കോട്ട് തുന്നാനി എടുക്കുള്ളൂ എന്ന്. അതുപോലെ 6 വർഷം കാത്തിരുന്നു. 6 വർഷം കാത്തിരുന്ന് നല്ല റാങ്ക് കിട്ടി. അവൻ MBBS ഓൾ ഇന്ത്യയെ കിട്ടി. ഇപ്പൊ ഓൾ ഇന്ത്യ സെലക്ഷൻ കിട്ടി. ജോയിൻ ചെയ്യാൻ പോകുമ്പോ കോട്ട് തുന്നിയിട്ടു. ഇപ്പൊ കൽക്കത്തയിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിൽ PG കഴിഞ്ഞ ഒഫ്താൽമോളജിസ്റ്റ് ആയി ചെർപ്പുളശ്ശേരി ഒരു ഹോസ്പിറ്റലിൽ അവൻ 16ാം തീയതി ജോയിൻ ചെയ്യാൻ പോവാണ്. സ്വാമിക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹമാണ് അവന്റെ ഈ ഡോക്ടർഷിപ്പ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ 2007 എനിക്ക് മെനഞ്ചൈറ്റിസ് പിടിച്ചിട്ട് ഞാൻ ഒരു ബോധവും ഇല്ലാണ്ട് കിടക്കുകയായിരുന്നു. മിംസിലെ ICUവിൽ ഒരു ബോധവും ഇല്ലാണ്ട് കിടക്കുകയായിരുന്നു. അപ്പൊ 6 ദിവസം ഞാൻ ICU കിടന്നു. 6 ദിവസം ഞാൻ ICU കിടന്നപ്പോ എനിക്ക് ആകപ്പാടെ ഞാൻ സ്വാമിയുടെ പ്രസൻസ് എൻ്റെ അടുത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് എൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. സ്വാമിയിൽ എന്ന് ഞാൻ സ്വാമി അറിഞ്ഞോ അന്ന് പുട്ടപർത്തിയിൽ ആദ്യമായിട്ട് പോയപ്പോ വാങ്ങിച്ച ലോക്കറ്റാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടോ അറിഞ്ഞൂടെ, ഈ ലോക്കറ്റിൽ സ്വാമിയുടെ രൂപമൊന്നും ഇല്ല, ശരിക്കും അതൊക്കെ നശിച്ചു പോയിരുന്നു. പക്ഷെ ആ ലോക്കറ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ആ ICU കിടക്കുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ആ ബോധം മാത്രമേ എനിക്കുള്ളൂ. അതാണ് സ്വാമി എനിക്ക് തന്ന ഇൻഡിക്കേഷൻ. എല്ലാവരും വിചാരിച്ചു എൻ്റെ സമയം കഴിഞ്ഞു എന്നും മനസ്സിലായി. സ്വാമി ഇവിടെ സമിതിയിലുള്ളവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അന്നൊരു ബാലവികാസ് ക്യാമ്പ് നടക്കുകയായിരുന്നു. അന്ന് ഞാൻ ഇഡ്ഡലി കൊണ്ടുവരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. 50 ഇഡ്ഡലി ഒരു 5-6 ആള് കൊണ്ടുവരാമെന്ന് ഏറ്റതിൽ ഒരാളായിരുന്നു ഞാൻ. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ഇങ്ങനെയാണ് എൻ്റെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബാലവികാസ് ക്യാമ്പിന് അവർ പറഞ്ഞു, എന്നോട് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ സായി ഗായത്രി ചൊല്ലണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ എല്ലാവരും ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏത് സമയത്തും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാറുണ്ട്. സമിതിയിലൊരു ഭജന പാടുമ്പോഴും എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടി ഞാൻ ഈ സ്വാമിയുടെ ലോക്കറ്റ് ഒന്ന് പിടിച്ചു വെക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ബാങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ ഞാൻ ഈ ലോക്കറ്റാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു പിടിവള്ളി എന്നുള്ള പോലെ ഞാൻ പിടിച്ചു വെക്കുന്നത്. ഈ ലോക്കറ്റ് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമേ 6 ദിവസം ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്വാമിയുടെ ആ പ്രസൻസ് മാത്രമാണ് എന്നെ ഈ ആ മരണവക്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വിഷമമില്ല. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു, എല്ലാവരോടും അറിയിക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകനുണ്ട്, ഡോക്ടറാണ്. അവൻ പറഞ്ഞു വല്യമ്മയോട് പറയണം, ഓപ്പോൾ എന്നാ എന്നെ വിളിക്കുക, ഓപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം വല്യമ്മയെ അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കും
പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ വലിയ ഡോക്ടർ, അവൻ നല്ല എന്താ പറയാ നല്ല റെപ്യൂട്ടേഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. അവന്റെ ഫ്രണ്ട് ആയിരുന്നു എന്നെ ചികിത്സിച്ച അഷ്റഫ് ഡോക്ടർ, ന്യൂറോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു അവനോട് ഒരു സ്കോപ്പും ഇല്ല, ഇനി ഇങ്ങോട്ട് ഇല്ല എന്നുള്ളതാണ്. അതും കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിറ്റ്സ് വന്നതോടുകൂടി അവർ തീരുമാനിച്ചു ഇനി ഷീസ് നോ മോർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അതില് ശരിക്കും എന്റെ കുടുംബം മുഴുവൻ ഒരു പ്രത്യാശയ്ക്കും വകുപ്പില്ലാതെ ആ ദുസ്ഥിതിയിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നെ വലിച്ചടുപ്പിച്ചത് ഭഗവാനല്ലാതെ വേറെ ആരുമല്ല എന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. ഈ സ്വാമി തന്നെയാണ് എൻ്റെ ജീവിതവും ജീവനും എല്ലാം. ഈ സ്വാമിയാണെന്ന് ഞാൻ എല്ലാ നിമിഷം തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ സ്വാമിയുടെ പാദങ്ങളിൽ ഭക്തിപൂർവ്വം ഞാൻ എൻ്റെ അനുഭവക്കുറിപ്പ് സമർപ്പിക്കുന്നു. സ്വാമിയുടെ തന്നെ ഡിവോട്ടീസിനോട് പറഞ്ഞ എല്ലാം ബി റിലേറ്റഡ് ടു മീ എവരിത്തിങ് എന്ന് സ്വാമി പറയാറുണ്ട്. സ്വാമിയുടെ ഒരു ഡിവോട്ടിയോട് സ്വാമി പറഞ്ഞു എന്നുള്ള പോലെ എൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ സ്വാമിയിലേക്കാണ് റിലേറ്റ് ചെയ്യുന്നത്. എല്ലാ അനുഭവങ്ങൾ മാത്രമല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വാമി സൈശ്വര എന്ന് പറഞ്ഞിട്ടാണ്, രാത്രി കിടക്കുമ്പോഴും സൈശ്വര എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ലിങ്ക് സ്വാമി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സ്വാമിയിലാണ് ഞാൻ എൻ്റെ എല്ലാ സ്മരണകളും എൻ്റെ എല്ലാ ഓർമ്മകളും എല്ലാം ആ സ്വാമിയിൽ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മക്കളും അതെ ആ ലൈനിലൂടെയാണ്. മോളാണെങ്കിൽ ബാലവികാസനൊക്കെ കുട്ടികളെ അയക്കുന്നുണ്ട്. മോനാണെങ്കിൽ ഇപ്പോഴും കൽക്കത്ത സമിതിയിൽ, കൽക്കത്ത മെഡിക്കൽ കോളേജിലായിരുന്നു പഠിച്ചിരുന്ന, അപ്പോഴും സമിതിയിലൊക്കെ പോകാറുണ്ട്. സ്വാമിയുടെ ബർത്ത്ഡേക്കൊക്കെ കൽക്കത്ത സമിതിയിൽ പോകാറുണ്ട്. അങ്ങനെ ആ ഒരു അതിന്നൊരു ഡീവിയേറ്റ് ചെയ്യാത്ത ലൈഫിലാണ് ഞാനും ഹസ്ബൻഡും പോകുന്നത്. ഞാൻ സമയപരിമിതി മൂലം എൻ്റെ വാക്കുകളെല്ലാം ആ സ്വാമിയുടെ ആ തൃപ്പാദത്തെ സമർപ്പിക്കുന്നു. എല്ലാ സായി സഹോദരന്മാർക്കും എൻ്റെ വിഷുവാശംസകൾ. ഞാൻ അതും സ്വാമി എല്ലാവർക്കും നല്ല ഐശ്വര്യവും ഐശ്വര്യപ്രധാനമായ ഒരു സംവത്സരം കൊടുക്കട്ടെ എന്നും ഈ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സായിരാം, സായിരാം, സായിരാം. സായിരാം, വളരെ നന്നായി സായിരാം. ഇനി സ്വാമിയുടെ പ്രസന്റേഷൻ. ఎవరు దశరథుడు? Who is Dasharatha? దశేంద్రియముల యొక్క రథమే దశరథము అనగా మన దేహమునందు 5 కర్మేంద్రియములు 5 జ్ఞానేంద్రియములు రెండును చేరి దశేంద్రియములుగా ఏర్పడినటువంటిది. Dasharatha means the chariot of 10. He represents the human body, which is a chariot pulled by the 5 senses of cognition and the 5 senses of perception. కనుక ఈ దశేంద్రియముల రథమైనటువంటి యొక్క దేహము నుండి ఆవిర్భవించినటువంటి వారే రామలక్ష్మణ భరత శత్రుఘ్నులు. Rama, Lakshmana, Bharata and Shatrughna emerged from the human body, which is the chariot of the 10 senses. కేవలము దశరథునికి కూడాను పుత్రులు కారు వారు. They are not merely the sons of Dasharatha, the king, కౌసల్య పుత్రులు కారు వారు. nor are they sons of Queen Kaushalya. కేవలము అగ్ని నుండి ఆవిర్భవించినటువంటి యొక్క చైతన్య స్వరూపులు. They are the embodiments of consciousness born out of the sacred fire. కనుక వీరి పుత్రులు వారి పుత్రులు అని మనం విభజించుటకు ఏమాత్రము అవకాశం లేదు. So there is no scope for us to divide them as the children born to anyone. ഇനി ഒരു ഭജന പാടണം അമ്മണിക്കുട്ടി. സായിരാം. സായിരാം. സായിരാം घनश्याम भगवान तुम्हारा नाम. साईराम घनश्याम भगवान तुम्हारा नाम. तुम भी न कोई नहीं रखवाले, तुम भी न कोई नहीं रखवाले, तुम भी न कोई नहीं अब सहारे, तुम भी न कोई नहीं अब सहारे, तुम भी न प्रेम कोई नहीं देने वाले, तुम भी न प्रेम कोई नहीं देने वाले, तुम हो मेरे आत्मा राम बाबा, तुम हो मेरे आत्मा राम साई भगवान तुम्हारा नाम. साई राम तुम्हारा नाम. साई राम
घनश्याम भगवान तुम्हारा नाम, तुम बिन कोई नहीं रखवाले, तुम बिन कोई नहीं सहारे, तुम बिन प्रेम कोई नहीं देने वाले, तुम हो मेरे आत्मा राम बाबा, तुम हो मेरे आत्मा राम साई, भगवान तुम्हारा नाम, साई राम तुम्हारा नाम. साई राम, साई राम, साई राम. സായിരാം സായിരാം. സായിരാം. സായി ഉപമ. എല്ലാ വസ്തുക്കളെയും ഭസ്മമാക്കുന്ന അഗ്നിക്ക് എല്ലാവർക്കും ഒരു സന്ദേശം നൽകുവാനുണ്ട്. വിവേകമാകുന്ന അഗ്നി ദുഷിച്ചതും ദുഷ്ടവുമായ എല്ലാത്തിനെയും ഭസ്മമാക്കുന്നു. മനുഷ്യൻ ഭൗതികമായ അറിവ് നേടിയിട്ടുണ്ടെങ്കിലും ആത്മീയമായ വിവേകത്തെ നിരാകരിക്കുന്നു. വിവേകമാകുന്ന ദീപം മനുഷ്യന്റെ ആത്മനെ പ്രകാശവത്താക്കി സദാ ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്ന സന്ദേശമാണ് അഗ്നി നൽകുന്നത്. തമസോമ ജ്യോതിർഗമയ. സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. 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 ഹാപ്പി